നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ട്രയാങ്കുലേറ്റ് ചെയ്യും എന്നുള്ളതും ട്രയാങ്കുലേറ്റ് ചെയ്യുന്നത് വഴി റിലേഷൻഷിപ്സിനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യുകയും സ്വന്തം പവറും ഡോമിനൻസും കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതും നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുവഴിയാണ് അവനവന് കിട്ടേണ്ടുന്ന കാര്യങ്ങൾ നിലനിർത്തുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. പലപ്പോഴും ഇങ്ങനെ നാർസിസ്റ്റിക് ആയിട്ടുള്ള അഡൽട്സിന്റെ ഭാഗത്തുനിന്ന് ട്രയാങ്കുലേഷൻ എന്നുള്ളതിലേക്ക് സംഭവിക്കുമ്പോൾ കുട്ടികളുടെ ഇടയിൽ അത് ഇപ്പോൾ സിബ്ലിങ്സ് ആവാം, കസിൻസ് ആവാം, അല്ലെങ്കിൽ ഒരേ സ്പേസിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളായിരിക്കാം, പഠിക്കുന്ന കുട്ടികളായിരിക്കാം, സ്റ്റുഡൻസ് ആയിരിക്കാം, ഒരേ ട്യൂഷൻ ക്ലാസ്സിലുള്ള കുട്ടികളായിരിക്കാം. ഈ കുട്ടികളൊക്കെ തമ്മിലുള്ള സ്നേഹബന്ധത്തിലും അവരുടെ അറ്റാച്ച്മെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലേക്ക്, അവരുടെ മെന്റൽ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന രീതിയിൽ പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള അഡൽട്സിന്റെ ട്രയാങ്കുലേഷൻ എന്നുള്ളത് വരുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരാളെ ഡിവാല്യൂ ചെയ്യുകയും വേറൊരാളെ ഗ്ലോറിഫൈ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് വരുന്ന കോമൺ ആയിട്ടുള്ള ഒരു രീതിയാണ്. നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാം അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് കുട്ടികളുടെ മെന്റൽ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതും അവരതിനു വേണ്ടി കൊണ്ടുവരുന്ന എന്തെല്ലാം ഡൈനാമിക്കുകളാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക്, കുഞ്ഞുങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ അത്രമാത്രം നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിലേക്ക് അത്തരം കാര്യങ്ങൾ എങ്ങനെ നടപ്പിൽ വരുന്നു, എങ്ങനെയാണ് ആ ഡൈനാമിക് എന്നുള്ളത് പ്രാക്ടിക്കലി വരുന്നത് എന്നുള്ളതും, എങ്ങനെയാണ് അങ്ങനെ ഒരു ഫാമിലി സിസ്റ്റം എന്നുള്ളത് നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് എന്നുള്ളതിലേക്കും എല്ലാവർക്കും സീൻ ആൻഡ് ഹാർട്ട് ക്ലിനിക്കിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്റർപേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് എന്നുള്ളത്, അതായത് നമ്മൾ ഓരോരുത്തരും തമ്മിലുള്ള വ്യക്തിബന്ധങ്ങൾ എങ്ങനെയാണ് നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതും, അതുവഴി നോക്കുമ്പോൾ ഹെൽത്തിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പാറ്റേൺസ് എന്താണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് എന്തെല്ലാമാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി അൺഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണലി ഇമ്മച്വർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസും റിലേഷൻഷിപ്പ് പാറ്റേൺസും എന്തെല്ലാമാണ് എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും അത്ര തന്നെ ധാരണയില്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ. പൊതുവിൽ തന്നെ എൻമെഷ്മെൻറ്റിനെയും ബൗണ്ടറീസ് ഇല്ലാതെ ഇരിക്കുന്നതിനെയും എനേബിളിങ്ങിനെയൊക്കെ നമ്മൾ സ്നേഹമായിട്ടും നമ്മുടെ കുടുംബത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കരുതലും സ്നേഹമൊക്കെ ആയിട്ടൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്ന നമ്മളുടെ ഈ ഒരു സമൂഹത്തിൽ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കുറച്ചും കൂടി നമ്മളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേഴ്സണൽ ഗ്രോത്തിനും നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഹെൽത്തിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിലാണ് സീൻ ആൻഡ് ഹാർട്ട് ക്ലിനിക്കിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വർക്ക് ചെയ്യുന്നത്. നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പേജസ് ഉണ്ട്. വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇന്ന് നമ്മൾ ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നാർസിസ്റ്റിക് ആയിട്ടുള്ള ഗ്രാൻഡ് പാരൻസ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള അഡൽട്സ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേറ്റീവ്സ് എന്നുള്ള രീതിയിൽ, പാരൻസ് ആവാം, ഈ പറയുന്ന പോലെ റിലേറ്റീവ്സ് ആവാം, ഗ്രാൻഡ് പാരൻസ് ആവാം, ഈ പറയുന്ന ആളുകളൊക്കെ തന്നെയും ഈ ഒരു ഡൈനാമിക്കിലേക്ക്, അതായത് കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള ഡൈനാമിക്കുകളിലേക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. നിങ്ങളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. സോ നമുക്ക് വിഷയത്തിലേക്ക് വരാം അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ശരിക്കും ഇൻ ദ കോർ, അവരുടെ കോറിനകത്ത് ഇമോഷണലി വളരെ ഇമ്മച്വർ ആണ് എന്നുള്ളത്. ആ ഒരു ഇമ്മച്യൂരിറ്റി പുറത്തേക്ക് കാണിക്കാതെ ഞാൻ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള, വളരെയധികം റിലയബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് കാണിക്കുക എന്നുള്ളതിലാണ് അവരുടെ ഏറ്റവും വലിയൊരു മിടുക്കിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറമേക്ക് വളരെ നോർമലായിട്ടും ഹെൽത്തിയർ ആയിട്ടുള്ള പാറ്റേൺസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളൊക്കെ ആയിട്ടൊക്കെ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചേക്കാം. ഇവരുടെ ഈ ഒരു ഇമ്മച്യൂരിറ്റി കൊണ്ടും, അതുപോലെ തന്നെ അവരുടെ നീഡ്സ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അവനവൻ്റെ സ്വന്തം ഇമോഷൻസിനെ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുമുണ്ട്. ഈ ഒരു കണ്ണിലൂടെ നോക്കുമ്പോഴാണ് കുറച്ച് കുട്ടികളുള്ള ഒരു സ്പേസിലേക്ക് വരുമ്പോഴത്തേക്കും ഈ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്നതിലേക്കല്ല,
നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു അഡൾട്ടിന്റെ പ്രസൻസ് എങ്ങനെയാണ് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണേണ്ടതായിട്ട് വരുന്നത്. എങ്ങനെയാണ് ഇവരുടെ ഒരു ഇമ്മച്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ കുട്ടികളുമായിട്ടുള്ള ഇടപെടലുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതിലേക്ക്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇവരുടെ ഇത്തരം ഇടപെടലുകൾ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഒരു പോയിന്റ് അല്ലേ. എന്തുകൊണ്ടാണ് അവരങ്ങനെ വരുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ അവരുടെ ആ ഒരു ഇമ്മച്യൂരിറ്റിയാണ്. അതായത് ഞാൻ ഇന്ന രീതിയിലെല്ലാം ഇടപെടുമ്പോൾ ഇമോഷണലി മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ഉള്ളിലത്തെ ഫീലിങ്സിന് എന്ത് സംഭവിക്കും എന്നുള്ള യാതൊരു അവയർനെസ്സോ കെയറോ കൊടുക്കാതെയുള്ള വളരെ ഇമ്മച്യൂർ ആയിട്ടുള്ള ബിഹേവിയറും സ്വന്തം നീഡ്സും സ്വന്തം ഇമേജും മാത്രം പരിരക്ഷിക്കപ്പെടണം എന്നുമുള്ള സ്വാർത്ഥ താല്പര്യങ്ങളും പിന്നെ കൺട്രോൾ ചെയ്യുക, ഡോമിനേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ആ ഒരു ഡ്രാമ എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുക, അതുവഴി ഞാനാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളൊരു ഇമേജ് കൊണ്ടുവരിക എന്നുള്ള സ്വാർത്ഥ താല്പര്യങ്ങളും അതിന് റീസൺസ് ആയിട്ട് വരാറുണ്ട്. ഇപ്പം എങ്ങനെയൊക്കെയാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു അഡൾട്ടിൻ്റെ പ്രസൻസിൽ കുറച്ച് കുട്ടികളുടെ ഇടയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നുണ്ടായിരിക്കുക? ഏറ്റവും ആദ്യം നടക്കുന്ന ഒരു കാര്യമാണ് അവരുടെ തമ്മിലുണ്ടാവുന്ന കോമ്പറ്റിറ്റീവ്നെസ് എന്നുള്ളത്. നമുക്കറിയാം കുഞ്ഞുങ്ങൾ എപ്പോഴും വേറൊരാളെ കണ്ടിട്ട് എനിക്കും അതുപോലെ ആവണം അല്ലെങ്കിൽ എനിക്കും അങ്ങനെയൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലേ. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് എനിക്ക് ആ പെൻസിൽ വേണം, എനിക്ക് അതുപോലത്തെ കാര്യങ്ങൾ വേണം, എനിക്ക് അവനെ പോലെ ആവണം, എനിക്ക് അവളെ പോലെ ആവണം എന്നൊക്കെ പലപ്പോഴും കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കും അല്ലേ. സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങൾ അവരെന്താണ് എന്നുള്ള തിരിച്ചറിയുന്നതിന് വേണ്ടി അഡൾട്ട്സിൻ്റെ പ്രസൻസിനെയാണ് അവർ ആശ്രയിക്കുന്നത്. ഓക്കെ, എൻ്റെ കൂടെയുള്ള എൻ്റെ അമ്മ എന്നെ കാണുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്നെ എങ്ങനെയാണ് കാണുന്നത്, എൻ്റെ ടീച്ചർമാർ എന്നെ എങ്ങനെയാണ് കാണുന്നത്, അവരെന്നെ മതിപ്പുള്ള ഒരാളായിട്ടാണോ കണക്കാക്കുന്നത് എന്നൊക്കെ പറഞ്ഞോ അറിഞ്ഞുമല്ലാതെ തന്നെ നമ്മൾ നേരിട്ടുള്ള കോൺവെർസേഷൻസിലൂടെ അല്ലാതെ തന്നെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡ് അത് വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണിൻ്റെ ഇടപെടലുകളിലൂടെ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ ഇടയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് കോമ്പറ്റിറ്റീവ്നെസ് എന്നുള്ളത്. ഈ ഒരു കോമ്പറ്റിറ്റീവ്നെസ് എന്നുള്ളത് പിന്നീട് അത് വളർന്നു വലുതായി സിബ്ലിങ്സ് തമ്മിലുള്ള റൈവൽറിയിലേക്കും ഡിസ്റ്റൻസിലേക്കും ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡിറ്റാച്ച്മെൻറ്റിലേക്കും ഒക്കെ വളർന്ന് വലുതാവാറുണ്ട്. പലപ്പോഴും നമുക്കറിയാം നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫാമിലി സിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ തമ്മിൽ പലപ്പോഴും ഒരു അറ്റാച്ച്മെൻ്റ് എന്നുള്ളതൊന്നും ഉണ്ടാവില്ല. പലപ്പോഴും വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഹായ് ബായ് ബന്ധത്തിനപ്പുറത്തേക്ക് ഡീപ്പറായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചിട്ടുള്ള ഒരു വൾണറബിലിറ്റി എക്സ്പ്രസ് ചെയ്യുക, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള ഹെൽത്തിയർ ആയിട്ടുള്ള കമ്പോണൻസ് ഒന്നും തന്നെ ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ കാണാറില്ല. അതുകൊണ്ട് തന്നെ ആ സിബ്ലിംഗ് റൈവൽറിയിലേക്കും അതുപോലെ തന്നെ ഞാനാണോ നീയാണോ മികച്ചത് എന്നുള്ള ഒരു വാശിയേറിയ ഒരു മത്സരത്തിലേക്കുമെല്ലാം ഇത് കാരണമായിട്ട് വരാറുണ്ട്. ഇവരുടെ ഭാഗത്തു നിന്നുള്ള ട്രയാങ്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാമതായിട്ട് കുഞ്ഞുങ്ങളെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരിലുണ്ടാക്കുന്ന ഒരു ലോ സെൽഫ് എസ്റ്റീം എന്നുള്ളതിലേക്കാണ്. അതായത് വേറൊരാൾ എന്നെക്കാളും മികച്ചതാണ് എന്ന് കാണുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും ഞാൻ അത്ര പോരാ, ഞാൻ വേർത്തിയല്ല, ഞാൻ ഗുഡ് ഇനഫ് അല്ല എന്നൊക്കെയുള്ള ഞാൻ പോരാ എന്നിങ്ങനെയുള്ള വളരെയധികം സ്വന്തം അവനവനെ തന്നെ താഴ്ത്തി കാണുന്ന മനോഭാവം കുഞ്ഞുങ്ങളിൽ വളർന്നു വരാറുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാമതായി അത് വളർന്നു വലുതായി പിന്നീട് ആങ്സൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കുമെല്ലാം വളർന്നു വരുന്നതായിട്ട് കാണാനും സാധിക്കും. ഇത്തരം കാര്യങ്ങളിൽ നാവിഗേറ്റ് ചെയ്യുന്നതിന് ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു അഡൾട്ടിൻ്റെ പ്രസൻസ് അവിടെ ഇല്ലാതെ വരുമ്പോൾ അവർക്ക് ആശ്രയിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കുന്ന, അവർക്ക് ഇമോഷണലി സപ്പോർട്ട് കൊടുക്കുന്ന ഒരു അഡൾട്ടിൻ്റെ പ്രസൻസ് അവിടെ ഇല്ലാതെ വരുമ്പോൾ നാലാമതായി അവരുടെ ഉള്ളിലുണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്നുള്ളത് അത് പിന്നീട് വളർന്നു വരുമ്പോൾ ഉണ്ടാവുന്നത് അവരെ അൺഹെൽത്തി ആയിട്ട് അതിനോട് കോപ്പ് ചെയ്യുന്ന അഡാപ്റ്റേഷൻസ് ആണ് ഉണ്ടാവുന്നത്. എന്താണ് അൺഹെൽത്തി ആയിട്ടുള്ള അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്? നമ്മളെല്ലാവരും എന്തിനോടും അഡാപ്റ്റ് ചെയ്യാനും കോപ്പ് ചെയ്യാനും പല പല മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ. പലപ്പോഴും നമുക്കുള്ള സപ്പോർട്ട് സിസ്റ്റം അനുസരിച്ച്, വൈകാരികമായിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനനുസരിച്ച് അൺഹെൽത്തി ആയിട്ടുള്ള കോപ്പിംഗ് സിസ്റ്റങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ കുറവായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. നമുക്ക് എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സ്ട്രെസ് ഈറ്റിംഗ് എന്നുള്ളത് ഒരു കോപ്പിംഗ് രീതിയാണ്. നമുക്ക് സ്ട്രെസ്സ് വരുമ്പോൾ ഫുഡ് കഴിക്കുന്നു, അമിതമായിട്ട് ആഹാരം കഴിക്കുന്നു, നമ്മൾ സെൽഫിനെ റെഗുലേറ്റ് ചെയ്യാൻ നോക്കുന്നു. അതൊരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ ആണല്ലേ. ഇതുപോലെ ഒരുപാട് അഡാപ്റ്റേഷൻസ് നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ ഓക്കെ ആക്കി കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ ട്രയാങ്കുലേറ്റഡ് ആയിട്ട് വളരുന്ന കുട്ടികളാണെങ്കിൽ
ഈ ഒരു അമിതമായിട്ടുള്ള പ്രഷറും അതുപോലെ തന്നെ ഈ ഒരു അവരുടെ ലോ സെൽഫ് എസ്റ്റീമും ഒക്കെ കൊണ്ട് അവർ അൺഹെൽത്തിയർ ആയിട്ടുള്ള കോപ്പിംഗ് ആയിട്ടുള്ള അഡാപ്റ്റേഷൻസിലേക്ക് പോവാറുണ്ട്. നാർസിസ്റ്റിക് ആയിട്ടുള്ള ഫാമിലി റോൾസിലേക്ക് മാറാറുണ്ട്. അവർക്ക് കിട്ടുന്ന ആ ഒരു വാലിഡേഷൻ അനുസരിച്ച് അവർ പല ഫാമിലി റോൾസിലേക്ക് മാറി കണ്ടീഷൻഡായി പോവാറുണ്ട്. അതുപോലെ തന്നെ അത് അവരുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാറുമുണ്ട്. ഇങ്ങനെ തന്നെ വളർന്നു വരുന്ന കുട്ടികളിൽ ഒരു വിഭാഗം പേര് അവർ സ്വയമേ തന്നെ നാർസിസ്റ്റിക് ആയിട്ട് മാറുകയും ചെയ്യാനുള്ള സാധ്യതയും ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ എന്തെല്ലാം ഡൈനാമിക്സ് ആണ് ഈ ട്രയാങ്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തെല്ലാം ഡൈനാമിക്സ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളിലെ ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് വരുന്നത്? അടുത്തതായിട്ട് നമുക്ക് ആ കാര്യത്തിലേക്ക് നോക്കാം. ഈ ട്രയാങ്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ വരുന്നതാണ് പലപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസിലേക്ക് നയിക്കുന്നത് എന്ന്. നാർസിസ്റ്റിക് ആയിട്ടുള്ള അഡൽട്സിൻ്റെ പ്രസൻസിൽ പ്രധാനമായിട്ടും ആദ്യമേ തന്നെ കുട്ടികളുടെ ഇടയിൽ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്ന ആദ്യത്തെ ഫാക്ടറാണ് കമ്പാരിസൺ എന്നുള്ളത്. എന്താണ് കമ്പാരിസൺ? രണ്ട് കുട്ടികളെ തമ്മിൽ പരസ്പരം കമ്പയർ ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും ഈ കമ്പയർ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ വാല്യൂസ് അനുസരിച്ചായിരിക്കും അവർ കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഉദാഹരണത്തിന് ഈ ഒരു വ്യക്തിക്ക് അവിടെ എന്താ പറയുക, വൃത്തി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ വൃത്തിയായിട്ട് കാര്യങ്ങൾ അടുക്കി പെറുക്കി സൂക്ഷിക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും രണ്ട് കുട്ടികളെ കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ ഒരു വ്യക്തി, നാർസിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു വ്യക്തി വളരെയധികം ജെൻഡർ റിലേറ്റഡ് ആയിട്ട് ബയാസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് കരുതാം. പെട്രിയാർക്കൽ ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ മനസ്സിലുള്ള ഒരാളാണെങ്കിൽ അവിടെ അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഉദാഹരണത്തിന് ഒരു പെൺകുട്ടി എന്താ പറയുക, വാശിക്കാരിയാണ്, ദേഷ്യക്കാരിയാണ്. മറ്റേ പെൺകുട്ടി പക്ഷേ അടങ്ങി ഒതുങ്ങി പറയുന്നതെല്ലാം കേട്ട് അനുസരിക്കുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ വീട്ടുജോലികളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന കുട്ടിയാണ്. എന്നാൽ മറ്റേ ഒരു കുട്ടിയാണെങ്കിലോ മടിയാണ്, ആ കുട്ടി ഒന്നും ചെയ്യില്ല. അതുപോലെ തന്നെ ആൺകുട്ടികളിലേക്ക് വരുമ്പോഴേക്കും ഈ കുട്ടി വളരെയധികം സ്മാർട്ടാണ്, വളരെയധികം അച്ചീവ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. എന്നാൽ മറ്റേ കുട്ടിയാണെങ്കിലോ അവൻ അത്ര സ്മാർട്ടൊന്നുമല്ല, അവനിങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന ഒരു പയ്യനാണ്, അവനൊരു അത്ര കോൺഫിഡൻസ് ഒന്നുമില്ല, അത്ര സ്മാർട്ടല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞേക്കാം. ഇതേ രീതിയിൽ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ അവനവൻ്റെ വാല്യൂസ് അനുസരിച്ചും ആ വ്യക്തി എന്തിനെല്ലാം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചുമാണ് പലപ്പോഴും ഈ കമ്പാരിസൺ എന്നുള്ളത് നടക്കുക. അപ്പോൾ നമ്മൾ ചോദിച്ചേക്കാം, എല്ലാ മനുഷ്യരും കമ്പയർ ചെയ്യുന്നില്ലേ? നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയൊക്കെ കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്യുമല്ലോ. നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളുടെ കമ്പാരിസണും അല്ലാത്ത കമ്പാരിസണും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കമ്പാരിസൺ എന്നുള്ളത് ആ റോളിലേക്ക് മാറുക, അല്ലെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ആക്സെപ്റ്റൻസ് എന്നുള്ളത് പരിപൂർണമായിട്ടും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുക എന്നുള്ള രണ്ട് ഓപ്ഷനേ ഈ കുട്ടിക്കുള്ളൂ. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സാധാരണ ആളുകൾ തമ്മിൽ കമ്പയർ ചെയ്താലും, അതായത് നിനക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചൂടെ, നീ എന്തിനാ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നത്, നിനക്ക് ഇതൊക്കെ ഒന്ന് ചെയ്തു വെച്ചൂടെ എന്ന് പലപ്പോഴും നമ്മളെല്ലാവരും ശകാരിച്ചേക്കാം. എന്നാൽ അത് അല്ലാത്ത, നാർസിസ്റ്റിക് അല്ലാത്ത ഒരു വ്യക്തി ശകാരിക്കുമ്പോൾ ആ ശകാരം എന്നുള്ളതിന് ഈ വ്യക്തി എന്താണ് എന്നുള്ളതിലേക്കോ അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന മാനസികമായിട്ടുള്ള സംഘർഷം എന്നുള്ളതിലേക്കോ ഒക്കെയുള്ള അളവിനും തീവ്രതയ്ക്കും വ്യത്യാസമുണ്ട്. അവിടെ നീ ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ എഴുതി തള്ളിക്കളയും, ഡിസ്കാർഡ് ചെയ്യും, നീ പിന്നെ എനിക്ക് ആരുമല്ല എന്നുള്ളതൊന്നും സാധാരണ ഒരു വ്യക്തിയുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. എന്നാൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി അങ്ങനെയല്ല. ആ വ്യക്തിയുടെ ഇമേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലല്ല പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ ഡിസ്കാർഡ് എന്നുള്ളതോ സൈലന്റ് ട്രീറ്റ്മെന്റ് എന്നുള്ളതോ പാസീവ് അഗ്രഷൻ എന്നുള്ളതോ നമ്മൾ ഫേസ് ചെയ്യാന്നുള്ളതല്ലാതെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അവിടെ നമുക്ക് മിനിമം വേണ്ടുന്ന സ്നേഹമോ അറ്റാച്ച്മെന്റോ ലഭിക്കുക എന്നുള്ളതിലേക്ക് വേറെ യാതൊരു ഓപ്ഷനും നമ്മളുടെ മുൻപിൽ ഇല്ല, ഈ ഒരു റോളിലേക്ക് മാറുക എന്നുള്ളതല്ലാതെ. സോ അങ്ങനത്തെ രീതിയിലുള്ള ഒരു കമ്പാരിസൺ വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് പോസിറ്റീവായിട്ട് കമ്പയർ ചെയ്യപ്പെടുന്ന, നീ നല്ലതാണ് എന്നുള്ളതിൽ കേൾക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, ഞാൻ അങ്ങനെ ഒരു പേഴ്സൺ ആണ്, അതായത് എൻ്റെ ഉള്ളിൽ ക്വാളിറ്റി ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും എൻ്റെ ഉള്ളിൽ ക്വാളിറ്റി ആയിട്ടുള്ളത് ഇല്ല എന്നുള്ളൊരു മനോഭാവത്തിലേക്കും, അവിടെ നെഗറ്റീവായിട്ട് നീ ഒന്നും അല്ല എന്ന് കേൾക്കുന്ന ആ കുട്ടിയുടെ ഉള്ളിലാണെങ്കിലോ ഞാനൊന്നിനും കൊള്ളാത്ത ഒരാളാണ്, എനിക്ക് ഇനി വേറെ ഒന്നും നല്ലതില്ല, ഞാൻ തീർത്തും അവഗണിക്കപ്പെടേണ്ടുന്ന ഒരാൾ തന്നെയാണ് എന്നുള്ള മനോഭാവത്തിലേക്കാണ് പോകുന്നത്. റിപ്പീറ്റഡ് ആയിട്ട്, ഇത് ഒരു തവണയല്ല, റിപ്പീറ്റഡ് ആയിട്ട് ദൈനംദിന ജീവിതത്തിൽ
ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം ഈ ഒരു അന്തരീക്ഷത്തിൽ വളർന്നു വരുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വർത്ത് എന്ന് പറയുന്നത്, മൂല്യം എന്നുള്ളത് പലപ്പോഴും ആ പെർഫോമൻസ്, അയാൾ എന്തിനാണോ വാലിഡേറ്റ് ചെയ്യപ്പെട്ടത് അതിലേക്ക് മാത്രമായിട്ട് വരിക എന്നുള്ളതിലേക്ക് മാറിപ്പോവാറുണ്ട്. സോ ആ ഒരു കമ്പാരിസൺ എന്നുള്ളതിൽ നിന്ന് തന്നെയാണ് രണ്ടാമതായിട്ട് ആ റോൾ എന്നുള്ളതിലേക്ക് മാറിപ്പോകുന്നത്. സോ ആ റോളിലേക്ക് മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു റോള് ഞാൻ നിറവേറ്റിയില്ലെങ്കിൽ, നാർസിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു ഫാമിലി റോൾ എന്നുള്ളത് ഞാൻ ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഈ ഒരു റോളിലേക്ക് മാറിപ്പോകുമ്പോൾ ആക്ച്വലി ആ ഒരു കമ്പയർ ചെയ്യുക എന്നുള്ളത് കുട്ടികളുടെ ഇടയിൽ തന്നെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവായിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതല്ല ചെയ്യുന്നത്. ഓക്കെ, അയാൾ നല്ലതാണ്, ഞാൻ നല്ലതല്ല എന്നുള്ള മനോഭാവം വളർന്നു വരിക എന്നുള്ളതാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡൈനാമിക്, ആ ഒരു കമ്പാരിസണോട് കൂടെയുള്ള ഡൈനാമിക് എന്ന് പറയുന്നത് പലപ്പോഴും കുഞ്ഞുങ്ങളുടെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കുന്നത് ഇങ്ങനെയാണ്. രണ്ടാമതായി, കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് നാർസിസ്റ്റിക് ആയിട്ടുള്ള അഡൽട്സ് എന്ന് പറയുന്നത് ട്രയാങ്കുലേറ്റ് ചെയ്യുന്നത് പലപ്പോഴും മറ്റേ കുട്ടിയെ പറ്റി വേറൊരു കുട്ടിയോട് അവരുടെ ഉള്ളിലുള്ള അഭിപ്രായങ്ങളും അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളും യാതൊരു ബൗണ്ടറീസും ഇല്ലാതെ ഷെയർ ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അതായത് പലപ്പോഴും മൂത്ത ആളെ പറ്റി ഇളയാളോട് പറഞ്ഞു കൊടുക്കുക, ഇളയാളെ പറ്റി മൂത്ത ആളോട് പറഞ്ഞു കൊടുക്കുക, കസിൻസ് തമ്മിലാണെങ്കിലും ഈ ഒരു കസിനെ പറ്റി മറ്റേ കസിനോട് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ യാതൊരു ബൗണ്ടറീസും ഇല്ലാതെ അവനവൻ്റെ ഇമ്മച്യൂർ ആയിട്ടുള്ള തോട്ട്സും കാര്യങ്ങളും എല്ലാം തന്നെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും കുട്ടികളുടെ ഇടയിൽ ട്രയാങ്കുലേഷൻ എന്നുള്ള രീതിയിലേക്ക് മാറാറുണ്ട്. അപ്പോൾ മിക്കവാറും ഈ കമ്പാരിസണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം അവരങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇങ്ങനെ പലപ്പോഴും പരസ്പരം അങ്ങനെയുള്ള മറ്റൊരാളെ പറ്റി അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതും ഷെയർ ചെയ്യുന്നതും നമ്മൾക്ക് തോന്നും നെഗറ്റീവ് ആയിട്ടുള്ളത് മാത്രം പറയുന്നതാണ് പ്രശ്നമെന്ന്. അല്ല, പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലും ഈ പറഞ്ഞ രീതിയിൽ പറയുന്നത് പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഉദാഹരണത്തിന് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവിടെ ഗ്യാസ് ലൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ ആ ഗ്യാസ് ലൈറ്റിംഗ് കൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവിക്കുന്നു എന്നല്ല, പറയുന്നത് പോസിറ്റീവ് കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ആൾക്ക് അവിടെ പോസിറ്റീവായിട്ടല്ല ഫീൽ ചെയ്യുക, നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഉദാഹരണത്തിന് അവിടെ പറഞ്ഞു കൊടുക്കുന്നത് മിക്കവാറും ഈ ഒരു ട്രയാങ്കുലേറ്റ് ചെയ്തുകൊണ്ട് പറയുന്നത്, കണ്ടോ മറ്റാള് കണ്ടില്ലേ, അയാള് വളരെ മിടുക്കനാണ്, അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എത്ര മിടുക്കനാണെന്നൊന്ന് നോക്കിക്കേ എന്ന് മാത്രമേ പറയുന്നുണ്ടായിരിക്കുള്ളൂ. പക്ഷെ കേൾക്കുന്ന വ്യക്തി അങ്ങനെ ഒരു കാര്യം എനിക്കില്ല എന്ന് മുൻപ് എപ്പോഴെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെ രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യും. അയാൾ അവിടെ ഓർക്കുന്നത്, ഓക്കെ മറ്റാൾ എത്ര മിടുക്കനാണ്, എത്രയോ നല്ല കാര്യങ്ങളാണ്, അപ്പൊ എനിക്കതൊന്നുമില്ല, അപ്പൊ ഞാൻ മോശക്കാരനാണെന്നായിരിക്കും വരുന്നത് എന്ന്. പക്ഷെ പലപ്പോഴും ഇങ്ങനെ കേട്ടത് നമ്മൾ ഓർത്തിരിക്കുക പോലും ഇല്ല. നമ്മുടെ മനസ്സിൽ മിക്കവാറും ഞാൻ മോശമാണ് എന്നുള്ള ഫീലിംഗ് മാത്രമായിരിക്കും വരുന്നുണ്ടായിരിക്കാം. ഈ വ്യക്തി അതിൻ്റെ പിന്നിൽ ഇതുപോലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലതും നമ്മൾ തിരിച്ചറിയണം എന്നില്ല. ഈ രീതിയിൽ തന്നെ നോക്കുമ്പോൾ കുട്ടികളുടെ ഇടയിൽ തന്നെ ട്രയാങ്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി ഈ രീതിയിൽ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചത് കൊണ്ട് കുട്ടിക്ക് എന്ത് ഇമ്പാക്റ്റ് ആണ് വരുന്നത്, ആ കുട്ടിക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളതൊന്നും നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ നിഘണ്ടുവിലുള്ള കാര്യങ്ങളല്ല. മിക്കവാറും അയാൾ അവിടെ ചിന്തിക്കുന്നത്, മറ്റവൻ്റെ മിടുക്കൊക്കെ ഇവൻ അറിയട്ടെ, എന്നാലെങ്കിലും ഇവനൊന്നും നന്നാവട്ടെ, എന്നാലെങ്കിലും ഇവൻ അതുപോലെ ആവാൻ ശ്രമിച്ച് സ്വന്തം എൻ്റെ ഇമേജ് ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലേക്ക് അവൻ എത്തട്ടെ എന്നുള്ള മനോഭാവം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇയാൾക്ക് എന്ത് ഫീൽ ചെയ്യും, ഞാൻ അങ്ങനെ പറയുന്നത് ശരിയാണോ, ബൗണ്ടറീസ് അത് ബ്രേക്ക് ചെയ്യുന്നതല്ലേ, വേറൊരാളെ പറ്റി സംസാരിക്കുന്നത് എത്രമാത്രം ശരിയാണ് എന്നുള്ള യാതൊരു ഒരു സ്വയം ബ്രേക്ക് ഇടൽ അവിടെ ഇല്ല. പലപ്പോഴും നാർസിസ്റ്റിനെ മറ്റ് ഇമ്മച്യൂരിറ്റിയിൽ നിന്നും മാറ്റി നിർത്തുന്നതെന്ന് പറയുന്നത് ബാക്കിയുള്ള സ്പേസിലൊക്കെ വണ്ടി എവിടെയെങ്കിലും ഇടിക്കുന്നുണ്ടെന്ന് കാണുമ്പോഴെങ്കിലും ബ്രേക്ക് ഇടും. നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വണ്ടി എത്ര ഇടിച്ചാലും വേറൊരാളെ കൊന്നാൽ പോലും വേറൊരാൾക്ക് എത്രയൊക്കെ ഇഞ്ചുറി വന്നാൽ പോലും അവർക്ക് ബ്രേക്ക് ഇടുക എന്നുള്ളത് സാധിക്കില്ല. കാരണം അവരുടെ കണ്ണിൽ ഇതൊന്നും കാണുന്നില്ല. അവരുടെ കണ്ണിൽ കാണുന്ന ഈ ചെറിയ കാര്യങ്ങൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു എമ്പതിയില്ലായ്മ എന്നുള്ളത് എക്സ്പ്രസ്ഡ് ആവുന്നത്, ആ ബ്രേക്ക് പിടുത്തം എന്നുള്ളത് അവിടെ ഇല്ല എന്നുള്ളിടത്തുനിന്നാണ്. സോ രണ്ടാമതായിട്ട് ഈ ഒരു ഡൈനാമിക്കിൽ കൊണ്ടുവരുന്ന ഒരു കാര്യം എന്നുള്ളത് കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ആളെ പറ്റി നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ പറയുക എന്നുള്ളതിലൂടെയാണ്. നെഗറ്റീവായിട്ട് പറയുന്നത് മാത്രമല്ല ട്രയാങ്കുലേഷനായിട്ട് സംഭവിക്കുന്നത്, പോസിറ്റീവായിട്ട് വേറൊരാളെ കുറിച്ച് പോസിറ്റീവായിട്ട് നിരന്തരം പറയുന്നതും ട്രയാങ്കുലേഷൻ എന്നുള്ള രീതിയിലേക്ക് വരാറുണ്ട്.
ഇതൊക്കെ എങ്ങനെയാണ് ട്രയാങ്കുലേഷൻ ആവുന്നത്? കുട്ടികൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റിലേഷൻഷിപ്പിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതായത് ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഈ റിലേഷൻഷിപ്പ് എപ്പോഴും ട്രയാങ്കുലേറ്റഡ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. ഈ കുട്ടികളെ തമ്മിൽ ട്രയാങ്കുലേറ്റ് ചെയ്യുമ്പോൾ കുട്ടികളെ പറ്റി മാത്രമാണോ സംസാരിക്കുക? അല്ല, പലപ്പോഴും അഡൽസിനെ പറ്റിയിട്ടും അവിടെ സംസാരിക്കുന്നത് ട്രയാങ്കുലേഷൻ എന്നുള്ളതിലേക്ക് പോകാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ കസിൻസ് ആയിട്ടുള്ള കുട്ടികളുടെ ഇടയിൽ അവരുടെ പാരൻസിനെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടിയും കുട്ടികൾക്ക് അവിടെ ആ ഫാമിലി മെമ്പേഴ്സിനോടുള്ള ഫീലിങ്സിലെല്ലാം മാറ്റങ്ങൾ വരാറുണ്ട്. എഗെയിൻ ഇവിടെയും നമ്മൾക്ക് ഡൗട്ട് തോന്നാം, ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഏത് ഫാമിലിയിലുള്ളതല്ലേ എന്ന്. എഗെയിൻ നർസിസ്റ്റിനെ അതിനെ ഡിഫറെൻ്റ് ആക്കുന്നത് ആ ഒരു പറയുന്നതിൻ്റെ ഫ്രീക്വൻസിയിലും തീവ്രതയിലും ബ്രേക്കില്ലായ്മയിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ നിരന്തരം ഇത്തരം വാചകങ്ങളും ഇത്തരം ഇടപെടലുകളും വരുന്നത് വഴി ആ ഇന്റർപേഴ്സണൽ ആയിട്ടുള്ള ബന്ധം എന്നുള്ളത് പലപ്പോഴും വിള്ളലുകൾ വീഴുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അറ്റാച്ച്മെന്റോ അല്ലെങ്കിൽ ആഴമേറിയ ഒരു ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ടോ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതൊന്നുമില്ലാതെ ആ റിലേഷൻഷിപ്പുകളെല്ലാം തന്നെ പലപ്പോഴും വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ട് പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇടപെടലുകൾ അവിടെ തീർത്തും ഇല്ലാത്ത ഒരു സ്പേസിലേക്ക് പോവുകയോ ഒക്കെയാണ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ഫാമിലി സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ആളുകൾക്കുള്ള ഒരു പരസ്പരമുള്ള സോഷ്യൽ സപ്പോർട്ട് എന്നുള്ളത് നർസിസ്റ്റിക് ആയിട്ടുള്ള ഫാമിലി സിസ്റ്റത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ തമ്മിൽ ഒരിക്കലും ഉണ്ടാവാറില്ല. അതിൻ്റെ റീസൺ ഇത്തരം കാര്യങ്ങളിലൂടെ ആ ട്രയാങ്കുലേഷൻ എന്നുള്ളത് വളരെയധികം ആഴത്തിൽ പോകുന്നത് കൊണ്ടാണ്. ഇതിൻ്റെ കൂടെ പൊതുവെ നർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന സ്മിയർ ക്യാമ്പയിനിങ്ങും അതുപോലെ തന്നെ അവരുടെ വിക്ടിമൈസേഷനും അവരുടെ ഭാഗത്തു നിന്നുള്ള ട്രയാങ്കുലേഷൻസും മറ്റു കാര്യങ്ങളിലും കൂടി കയറി വരുന്നതിനനുസരിച്ച് ആളുകളുടെ ഇടയിൽ തന്നെയുള്ള സ്നേഹബന്ധങ്ങളും മറ്റും അറ്റുപോവുക എന്നുള്ളതും, അല്ലെങ്കിൽ നമുക്കറിയാമല്ലേ നമ്മൾ സ്മിയർ ക്യാമ്പയിനിങ്ങിൽ പെടുമ്പോൾ വേറെ ആളുകൾക്ക് നമ്മളോടുള്ള മനോഭാവത്തിൽ എങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നു എന്നുള്ളത് നമുക്കറിയാം. മുൻപ് സംസാരിച്ച ആളുകളൊന്നും ഇപ്പം കാണുമ്പോൾ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ അത്ര തന്നെ താല്പര്യം കാണിക്കാതിരിക്കുക എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ റിലേഷൻഷിപ്സിനെ വളരെയധികം വഷളാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു നാച്ചുറലി നമുക്ക് കിട്ടേണ്ടുന്ന സപ്പോർട്ട് ഇല്ലാതാവുന്നതിൽ വളരെയധികം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഹെൽത്തിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പാറ്റേൺസിനെ പറ്റി തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതും നമ്മളുടെ തന്നെ ഇൻസെക്യൂരിറ്റിയിലും നമ്മളുടെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള വൾണറബിലിറ്റീസിലും വർക്ക് ചെയ്യുന്നത് വഴി നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സ്വയം മനസ്സിലാക്കുകയും നമ്മളുടെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആണെങ്കിൽ അവർക്ക് ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു സിസ്റ്റം കാണിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നത്. അത്തരം ഒരു കാര്യത്തിലേക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.